ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിവിൽ മിത്ര. ഇത് സിവിൽ മിത്രൻ്റെ 18th ക്ലാസ്സാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സർവേയിങ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർവേയിങ്ങിൽ ചാപ്റ്റർ 18 ആണ്, കൺവെൻഷണൽ സിമ്പിൾസ് ഇൻ സർവേയിങ്. നമ്മൾ സർവേയിങ്ങിൽ കോമൺ ഒബ്ജക്റ്റുകളെ സർട്ടൻ സൈൻസ് ആൻഡ് സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് സർവേയിങ് മാപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അതേപോലെ ഡിഫറെൻറ്റ് കളേഴ്സിലായിരിക്കും സിമ്പിൾസ് ഉണ്ടാവുക, ഇൻ എ കളേർഡ് മാപ്പ്. അപ്പോൾ അങ്ങനത്തെ സർട്ടൻ കുറച്ച് കൺവെൻഷണൽ സിമ്പിൾസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നോർത്ത് ലൈൻ. നമ്മൾ കീ പ്ലാൻ, ലൊക്കേഷൻ സ്കെച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് റൈറ്റ് ടോപ്പ് കോർണറിലായിരിക്കും നോർത്ത് ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നോർത്ത് ലൈൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിളിലാണ്, ബ്ലാക്ക് കളറിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ എന്നുള്ള ലെറ്റർ ഉണ്ടാവും, അതേപോലെ ഒരു ആരോ മാർക്കും കൂടി ഉണ്ടാവും. ഇതാണ് നോർത്ത് ലൈനിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് മെയിൻ സ്റ്റേഷൻ അല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ സ്റ്റേഷനാണ്. മെയിൻ സ്റ്റേഷൻ അല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ സ്റ്റേഷൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ് വരുന്നത്. ചെയിൻ ലൈൻ ഒരു ട്രയാങ്കിളിൽ മീറ്റ് ചെയ്യണ പോലെയാണ് ഉണ്ടാവുക. ഒരു ട്രയാങ്കിൾ ഷേപ്പായിരിക്കും ഇതുണ്ടാവുക. റെഡ് അല്ലെങ്കിൽ ക്രിംസൺ ലേക്ക് കളറിലായിരിക്കും ഉണ്ടാവുക. റെഡിൻ്റെ ഒരു വേരിയേഷൻ ഉള്ളൊരു കളറാണ് ക്രിംസൺ ലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റെഡ് തന്നെയാണ് ക്രിംസൺ ലേക്ക് റെഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നോർമലി റെഡ് കളറിലാണ് ഉണ്ടാവുക. ക്രിംസൺ ലേക്ക് കളറിലും മെയിൻ സ്റ്റേഷൻ അല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വരുന്നത് ട്രാവേഴ്സ് സ്റ്റേഷൻ അല്ലെങ്കിൽ സബ് സ്റ്റേഷൻസ്. ട്രാവേഴ്സ് സ്റ്റേഷൻ അല്ലെങ്കിൽ സബ് സ്റ്റേഷൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? നേരത്തെ മെയിൻ സ്റ്റേഷനിൽ എങ്ങനെയായിരുന്നു? ഈ സർക്കിളിന് പകരം ഇവിടെ ഒരു ട്രയാങ്കിൾ ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ കേസിൽ ട്രാവേഴ്സ് സ്റ്റേഷൻ അല്ലെങ്കിൽ സബ് സ്റ്റേഷൻ്റെ കേസിൽ ഇവിടെ ചെയിൻ ലൈൻ എവിടെയാണ്? ഒരു സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോലെയാണ് ഉണ്ടാവുക. ഓക്കെ, സെയിം കളർ തന്നെയാണ് വരുന്നത്. റെഡ് അല്ലെങ്കിൽ ക്രിംസൺ ലേക്ക് കളറിൽ തന്നെയാണ് ഇതും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ചെയിൻ ലൈൻ. മെയിൻ സ്റ്റേഷനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേഷൻസിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനാണ് ചെയിൻ ലൈൻ. ചെയിൻ ലൈൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഒരു ലൈൻ, ദെൻ 3 dots, അങ്ങനെ സീരീസ് ഓഫ് ലൈൻ ആൻഡ് 3 dots പോലെയായിരിക്കും ചെയിൻ ലൈൻ വരുന്നുണ്ടാവുക. ഇതിൻ്റെ കളർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് അല്ലെങ്കിൽ ക്രിംസൺ ലേക്ക് കളറിലാണ് ചെയിൻ ലൈൻ റെപ്രസെൻറ്റേഷൻ. നെക്സ്റ്റ് റിവറാണ്. നമ്മൾ ആലോചിക്കേണ്ട, നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വാട്ടർ ബോഡീസും ബ്ലൂ കളറിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ റിവർ ഞാൻ ഒറിജിനൽ ഇമേജും കാണിച്ചിട്ടുണ്ട്, അതേപോലെ അതിൽ മാപ്പിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക എന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിവറിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ് വരുന്നത്. കളറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷ്യൻ ബ്ലൂ കളറിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കനാലാണ്. കനാലിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. 2 സോളിഡ് ആയിട്ടുള്ള പാരലൈൻസ് ഉണ്ടാകും, അതിൻ്റെ ഉള്ളിൽ ഡോട്ടഡ് ആയിട്ടുള്ള പാരലൈൻസ് ഉണ്ടാവും. ഓക്കെ, സോളിഡ് ആയിട്ടുള്ള 2 ലൈൻസ് ഉണ്ടാവും, പാരലൈൻസ്, അതേപോലെ ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻസ്, പാരലൈൻസ് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, പ്രഷ്യൻ ബ്ലൂ കളറിലാണ് വരുന്നത്. കനാൽസ് ആൻഡ് റിവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ വരുന്നത്? റിവർ ഒരു നാച്ചുറൽ ഒക്കറിങ് വാട്ടർ ബോഡിയാണ്. കനാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാൻമെയ്ഡായിട്ട് നേവിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും ഇറിഗേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് മാൻമെയ്ഡായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് കനാൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലേക്ക് ഓർ പോണ്ട്. ഓൾറെഡി പറഞ്ഞു എന്താണ്, വാട്ടർ ബോഡീസൊക്കെ ബ്ലൂ കളറിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഇതും പ്രഷ്യൻ ബ്ലൂ കളറാണ് വരുന്നത്. അപ്പോൾ പോണ്ട് അല്ലെങ്കിൽ ലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടർ ബോഡി സറൗണ്ടഡ് ബൈ ലാൻഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ ലേക്ക് ആൻഡ് പോണ്ട് തമ്മിൽ ഡിഫറൻസ് എന്താണ്? ലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലാർജറായിരിക്കും, അതേപോലെ അതിൻ്റെ ഡെപ്ത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും, ഡീപ്പറായിരിക്കും ഉണ്ടാവുക. പോണ്ടാണെങ്കിൽ സ്മോൾ ആയിരിക്കും സൈസ് ഉണ്ടാവുക, അതിൻ്റെ ഡെപ്ത് കുറവായിരിക്കും, ഷാലോ ഡെപ്ത് ആയിരിക്കും ഉണ്ടാവുക. അതാണ് പോണ്ട് ആൻഡ് ലേക്ക് തമ്മിൽ ഡിഫറൻസ് വരുന്നത്. രണ്ടും എന്താണ്, ഒരു വാട്ടർ ബോഡി സറൗണ്ടഡ് ബൈ ലാൻഡാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഒരു കറക്റ്റ് ഒരു ഓവൽ ഷേപ്പ് അല്ല, എന്നാലും ഒരു ഓവൽ ഷേപ്പ് പോലെ ഉണ്ടാകും സോളിഡ് ലൈന്, അതേപോലെ അതിൻ്റെ ഉള്ളിൽ ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ഓവൽ ഷേപ്പും ഉണ്ടാകും. പ്രഷ്യൻ ബ്ലൂ കളറാണ് വരുന്നത്. ഓക്കെ,
നെക്സ്റ്റ് വരുന്നത് ഓപ്പൺ വെല്ലാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലത്തെ നമ്മുടെ വാട്ടർ ഡ്രിങ്കിങ് വാട്ടർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓപ്പൺ വെല്ലിനെ ആയിരിക്കും അല്ലേ. ഓപ്പൺ വെൽ ആൻഡ് ട്യൂബ് വെല്ലുണ്ട്. അപ്പോൾ ഓപ്പൺ വെല്ല് കളർ വരുന്നത് പ്രഷ്യൻ ബ്ലൂ ആണ്. ഇതൊരു പെർഫെക്റ്റ് സർക്കിളാണ് വരുന്നത്. ഒരു സോളിഡ് സർക്കിളും ഉള്ളിൽ ഡാഷ്ഡ് ആയിട്ടുള്ള ഒരു സർക്കിളും കൂടെ കാണാം. നെക്സ്റ്റ് വരുന്നത് ട്യൂബ് വെല്ലാണ്. ട്യൂബ് വെല്ലിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇതേ ഒരു റെപ്രസെൻറ്റേഷൻ പോലെ തന്നെ ഉണ്ടല്ലേ ഇത്. അപ്പോൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതിൻ്റെ കളർ വരുന്നത് ബ്ലാക്ക് കളറാണ്. ഓക്കെ, അപ്പോൾ ഇത്ര നേരം നമ്മൾ പഠിച്ചത് പ്രഷ്യൻ ബ്ലൂ കളറായിരുന്നു. ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ട്യൂബ് വെല്ല് വരുന്നത് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. നെക്സ്റ്റ് ഫുഡ് പാത്ത്. ഫുഡ് പാത്തിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത് ഒരു ഹാൻഡ് സ്കെച്ച് പോലെയുള്ള ഒരു ഡാഷ്ഡ് ആയിട്ടുള്ള ലൈനാണ് കാണിച്ചിട്ടുള്ളത്. ബ്ലാക്ക് കളറിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് മെറ്റൽഡ് റോഡ്. മെറ്റൽഡ് ആൻഡ് അൺമെറ്റൽഡ് റോഡാണ് വരുന്നത്. അപ്പോൾ മെറ്റൽഡ് ആൻഡ് അൺമെറ്റൽഡ് റോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റൽഡ് റോഡ് എന്തായിരിക്കും, നമ്മൾ റോഡ് സർഫസ് ഒരു പേവ്ഡ് സർഫസ് ആയിരിക്കും. സിമെൻറ്റ്, കോൺക്രീറ്റ് അല്ലെങ്കിൽ ബിറ്റുമിനൊക്കെ വെച്ചിട്ടുള്ളൊരു സ്മൂത്ത് സർഫസ് ആയിരിക്കും വരിക. ഡ്യൂറബിൾ ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കും മെറ്റൽഡ് റോഡിൽ ഉണ്ടാവുക. കണ്ടു, ഇതിലിപ്പോൾ ഒരു ബിറ്റുമിൻ വെച്ചിട്ടുള്ള റോഡാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത് ബേൺഡ് സിയാന കളറിലാണ് വരുന്നത്. 2 പാരലൽ സോളിഡ് ലൈനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അൺമെറ്റൽഡ് റോഡാണെങ്കിൽ എന്താണ്, അതിനൊരു ഡ്യൂറബിൾ ആൻഡ് സ്മൂത്ത് സർഫസ് ആയിരിക്കില്ല ഉണ്ടാവുക. സോയിൽ അല്ലെങ്കിൽ ക്രഷ്ഡ് സ്റ്റോൺസ് അല്ലെങ്കിൽ ഗ്രേവിൾസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡ്യൂറബിൾ അല്ലാത്ത ഒരു സർഫസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതും കളറ് ബേൺ സിയാന കളർ തന്നെയാണ് വരുന്നത്. പക്ഷേ എന്തായിരിക്കും, ഡാഷ്ഡ് ആയിട്ടുള്ള പാരലൽ ലൈൻസ് ആയിരിക്കും ഉണ്ടാവും. നേരത്തെ എന്തായിരുന്നു, മെറ്റൽഡ് റോഡിലാണെങ്കിൽ ഇങ്ങനെ 2 പാരലൽ സോളിഡ് ലൈനാണ് വരുന്നത്. ഇവിടെ ആണെങ്കിൽ എന്താണ്, ഡാഷ്ഡ് ആയിട്ടുള്ള പാരലൽ ലൈൻസ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് റെയിൽവേ ലൈൻസ് ആണ് പഠിക്കാനുള്ളത്. റെയിൽവേ ലൈൻ സിംഗിൾ ലൈനും ആൻഡ് ഡബിൾ ലൈൻ. സിംഗിൾ ലൈൻ ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാകും. അതിന് പെർപെൻഡിക്കുലറായിട്ട് കുറേ ചെറിയ ചെറിയ ലൈൻസും കൂടി ഉണ്ടാവും. ഓക്കെ, ബ്ലാക്ക് കളറാണ് വരുന്നത്. ഇനി റെയിൽവേ ലൈൻ ഡബിൾ ആണെങ്കിൽ കളറ് സെയിം തന്നെയാണ്, ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ എന്താണ് റെയിൽവേ ലൈൻ വിത്ത് സ്ലീപ്പേഴ്സ് വെച്ചതുപോലെ ഉണ്ട് അല്ലേ. ഇതാണ് ഒരു ഡയറക്ഷനിൽ പോകാൻ ഒരു ലൈനും പിന്നെ ട്രെയിനിന് അടുത്ത ഡയറക്ഷനിൽ പോകാൻ വേറൊരു ലൈനും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിനാണ് ഡബിൾ ലൈൻ എന്ന് പറയുന്നത്. ഇതിലെന്താണ് 2 പാരലൽ ലൈൻസ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഹാച്ച് ചെയ്ത പോലെ ഒരു പോർഷനും കൂടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് റോഡ് ബ്രിഡ്ജ് ആൻഡ് കൾവേർട്ടാണ്. ബ്രിഡ്ജ് ആൻഡ് കൾവേർട്ട് തമ്മിൽ ഡിഫറൻസ് എന്താണ്, കൾവേർട്ടിന് സ്പാൻ കുറവായിരിക്കും, ബ്രിഡ്ജിന് സ്പാൻ കൂടുതലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഇതിലിപ്പോൾ ഒരു റോഡ് പാസ് ചെയ്യുന്ന പോലെ കാണാം, അതിന് അക്രോസ് ആയിട്ട് ഒരു ബ്രിഡ്ജും കൂടെ കാണാം. ഓക്കെ, ഇതാണ് ഒരു ബ്രിഡ്ജ് ഇങ്ങനെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ കാണാം, പിന്നെ ഒരു റോഡിൻ്റെ റെപ്രസെൻറ്റേഷനും കൂടെ കാണാം. ഇനി റെയിൽവേ ബ്രിഡ്ജ് അല്ലെങ്കിൽ കൾവേർട്ട് എന്താണ്, നമ്മൾ നേരത്തെ റോഡ് ബ്രിഡ്ജ് അല്ലെങ്കിൽ കൾവേർട്ട് പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു ബ്രിഡ്ജിൻ്റെ റെപ്രസെൻറ്റേഷൻ കാണാം. ദെൻ നമ്മുടെ ഡബിൾ ലൈൻ റെയിൽവേൻ്റെ സിമ്പലും കൂടെ ഇതിൻ്റെ സെൻട്രലായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ബ്ലാക്ക് കളർ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ലെവൽ ക്രോസിംഗ് ആണ്. ലെവൽ ക്രോസിംഗ് എന്താണ്, ഒരു ഡയറക്ഷനിൽ നമ്മുടെ വെഹിക്കിൾസിന് നോർമൽ വെഹിക്കിൾസിന് പാസ് ചെയ്യാൻ പറ്റും, അതേപോലെ ഒരു ഡയറക്ഷനിൽ ട്രെയിൻസിന് മൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ ട്രെയിൻ പോകുന്ന സമയത്ത് ഈ ഗേറ്റ് ക്ലോസ്ഡ് ആയിരിക്കും അല്ലേ. ട്രെയിൻ പോയതിന് ശേഷം ഈ ഗേറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നോർമൽ വെഹിക്കിൾസിന് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കളറ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ബേൺ സിയാന കളറാണ് വരുന്നത്. ലെവൽ ക്രോസിങ്ങിൻ്റെ സിമ്പിളിൻ്റെ കളർ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് വോൾ ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കളർ വരുന്നത് ബ്ലാക്ക് ആണ്. ഇതിപ്പോൾ ഒരു ലൈൻ, ഒരു ഗേറ്റിൻ്റെ വോളിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ലൈന്. ദെൻ അതിലൊരു ഗേറ്റ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ, ടോട്ടൽ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഒരു ലൈൻ നമുക്ക് ഗേറ്റ് വോളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ആൻഡ് അതിൻ്റെ കൂടെ ഒരു ഗേറ്റ് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും.
നെക്സ്റ്റ് വരുന്നത് ബൗണ്ടറി ലൈൻസ് ആണ്. ബൗണ്ടറി ലൈനിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത് ബ്ലാക്ക് ആണ്. ഇത് സീരീസ് ഓഫ് ലൈൻ ആൻഡ് ഡോട്ട് പോലെയാണ് ഉണ്ടാവുക. ഒരു ലൈൻ, ദെൻ ഡോട്ട്, ദെൻ നെക്സ്റ്റ് ലൈൻ, നെക്സ്റ്റ് ഡോട്ട്, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. നമ്മൾ എന്താണ് ചെയിൻ ലൈൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരുന്നു? റെഡ് അല്ലെങ്കിൽ ക്രിംസൺ ലൈക്ക് കളറായിരുന്നു. അതിൽ ഒരു ലൈന്, ദെൻ 3 ഡോട്ട് ഇങ്ങനെയാണ് ഉണ്ടായത് അല്ലേ. ദെൻ നെക്സ്റ്റ് ലൈന് 3 ഡോട്ട് ഇങ്ങനെയാണ് ഉണ്ടായത്. ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഒരു സിംഗിൾ ലൈന്, ഒരു ഡോട്ട്, ദെൻ അടുത്ത ലൈന് ഡോട്ട്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് വയർ ഫെൻസിങ് ആണ്. വയർ ഫെൻസിങ്ങിൻ്റെ റെപ്രസെൻറ്റേഷൻ ബ്ലാക്ക് കളർ തന്നെയാണ്. സിമ്പിൾ ഇങ്ങനെയാണ് വരുന്നത്. ഒരു 1 ലൈൻ, ദെൻ അതിന് കുറേ ക്രോസ് മാർക്സ്. ഓക്കെ, അതിൻ്റെ ഒറിജിനൽ ഇമേജ് ആയിട്ടൊരു സിമിലാരിറ്റി തോന്നുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ഒരു ക്രോസ് പോലെയായിരിക്കും ഇതിലുള്ളത്. ഇതുപോലെ ഒരു ലൈൻ, ദെൻ സീരീസ് ഓഫ് ക്രോസ് മാർക്സ് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് പൈപ്പ് ഫെൻസിങ് ആണ്. ഇതിൽ നേരത്തെ എന്തായിരുന്നു? വയർ ഫെൻസിങ്ങിൽ ഒരു ലൈൻ, ദെൻ ക്രോസ് മാർക്സ് ആയിരുന്നു. ഇവിടെ വരുന്ന സമയത്ത് ലൈൻ, ദെൻ കുറേ ഹോളോ സർക്കിൾസ് ആണ് ഉള്ളത്. ഓക്കെ, നടുക്കിങ്ങനെ ക്രോസ് ഉണ്ടാവില്ല കേട്ടോ. ഹോളോ ആയിട്ടുള്ള സർക്കിളായിരിക്കും ഉണ്ടാവുക. ദെൻ വുഡ് ഫെൻസിങ് ആണ്. യെല്ലോ കളറിലാണ് വരുന്നത്. നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്? രണ്ടും ബ്ലാക്ക് കളറായിരുന്നു അല്ലേ. ഇവിടെയാണെങ്കിൽ യെല്ലോ കളറാണ് വരുന്നത്. ലൈൻ, ദെൻ ഡോട്ട്, ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ബൗണ്ടറി ലൈൻ എങ്ങനെയായിരുന്നു? ലൈൻ, ദെൻ സിംഗിൾ ഡോട്ട് തന്നെയാണ്. ഒരു ലൈൻ, ഒരു ഡോട്ട്, ദെൻ ലൈൻ, ഡോട്ട്, അങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷേ കളർ ഡിഫറെൻ്റ് ഉണ്ട്. ബ്ലാക്ക് കളറായിരുന്നു. വുഡ് ഫെൻസിങ് ആണെങ്കിൽ സെയിം റെപ്രസെൻറ്റേഷൻ, പക്ഷേ കളർ വരുന്നത് യെല്ലോ ആണ്. ദെൻ ബൗണ്ടറി ലൈനായിട്ടൊരു ചെയിൻ ലൈനായിട്ടൊരു സിമിലാരിറ്റി എന്താ വെച്ചാൽ ലൈൻ ആൻഡ് ഡോട്ട് തന്നെയാണ്. പക്ഷേ ലൈൻ, ദെൻ 3 ഡോട്ട്സ് ആണ് ചെയിൻ ലൈനിൽ വരുന്നത്. അപ്പോൾ ചെയിൻ ലൈൻ, ബൗണ്ടറി ലൈൻ, വുഡ് ഫെൻസിങ്ങും കണക്ട് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് വരുന്നത് ബിൽഡിങ്ങിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. പക്ക ബിൽഡിംഗ് ആൻഡ് കച്ച ബിൽഡിംഗ്. പക്ക ആൻഡ് കച്ച ബിൽഡിംഗ് തമ്മിൽ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രിക്ക്, സ്റ്റോൺ, കോൺക്രീറ്റ്, സ്റ്റീൽ പോലുള്ള ഡ്യൂറബിൾ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള പെർമനൻറ്റ് സ്ട്രക്ചേഴ്സിനെയാണ് പക്ക ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ വരുന്നത് റെസിഡൻഷ്യൽ ബിൽഡിംഗ്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, അതുപോലെ നമ്മുടെ സ്കൂൾസ്, അങ്ങനത്തെ പെർമനൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് പക്ക ബിൽഡിങ്ങിൽ വരുന്നത്. ദെൻ കച്ച ബിൽഡിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പററി അല്ലെങ്കിൽ സെമി പെർമനൻറ്റ് നേച്ചറുള്ള സ്ട്രക്ചേഴ്സിനെയാണ് കച്ച ബിൽഡിംഗ് എന്ന് പറയുന്നത്. ലെസ് ഡ്യൂറബിൾ ആയിരിക്കും. അതുപോലെ ലെസ് ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ലൈക്ക് മഡ്, ടാച്ച്, ബാംബു, അൺബേൺഡ് ബ്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ബിൽഡ് ചെയ്തിട്ടുള്ളത് കച്ച ബിൽഡിങ് ഉണ്ടാവുക. ഓക്കെ, ടെമ്പററി ഷെൽട്ടേഴ്സ്, ഹട്ട്സ് ഒക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത് പക്ക ബിൽഡിങ്ങിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ ഒരു സോളിഡ് ലൈൻ പോലെ, ഒരു ബിൽഡിംഗ് പോലെയാണ് വരച്ചിട്ടുള്ളത്. ക്രിംസൺ ലേക്ക് കളറാണ് വരുന്നത്. ഇനി കച്ച ബിൽഡിംഗ് ആണെങ്കിൽ അംബർ കളറിലാണ് ഉണ്ടാവുക. ദെൻ നമ്മുടെ നേരത്തെ അതേ സെയിം റെപ്രസെൻറ്റേഷൻ തന്നെയാണ്, പക്ഷേ ഡോട്ടഡ് ലൈൻസ് ആയിരിക്കും ഉണ്ടാവുക, ഡാഷ്ഡ് ലൈൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ ഹട്ട്സിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഇതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പ് വ്യൂ പോലെ ഉണ്ട്. ഇതിൻ്റെ ഡാഷ്ഡ് ആയിട്ടുള്ള യെല്ലോ കളറായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ ടെമ്പിൾ, ചേർച്ച്, മോസ്ക് ആണ് നോക്കാനുള്ളത്. ടെമ്പിളിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത് എല്ലാ വേർഷിപ്പ് പ്ലേസിനും റെപ്രസെൻറ്റേഷൻ കളർ വരുന്നത് ക്രിംസൺ ലേക്ക് കളറാണ്. റെപ്രസെൻറ്റേഷൻ വരുന്നത് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ദെൻ ചേർച്ച് ആണെങ്കിൽ എഗെയിൻ ക്രിംസൺ ലേക്ക് കളർ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ഒരു സിമ്പിൾ ഇവിടെ കാണാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മോസ്ക് ആണ്. മോസ്കും ക്രിംസൺ ലേക്ക് കളർ തന്നെയാണ് വരുന്നത്. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക റെപ്രസെൻറ്റേഷൻ. ദെൻ ബെഞ്ച് മാർക്ക്. ബെഞ്ച് മാർക്ക് പറയുന്നത് പോയിന്റ് ഓഫ് നോൺ എലിവേഷനുള്ള പ്ലേസസിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ GTS ബെഞ്ച് മാർക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ബ്ലാക്ക് കളറായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ഹെഡ്ജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആലോചിക്കുക, നമ്മുടെ ഇങ്ങനെ ഹെഡ്ജ്, പ്ലാന്റ്സ്, ഇങ്ങനത്തെയൊക്കെ റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ ഗ്രീൻ കളറായിരിക്കും ഉണ്ടാവുക. ഹെഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തടുത്തായിട്ട് പ്ലാന്റ് ചെയ്തിട്ടുള്ള റോ ഓഫ് ബുഷസ് അല്ലെങ്കിൽ ട്രീസിനെയാണ് നമ്മൾ ഹെഡ്ജ് പറയുക. ഇതിൻ്റെ ഒറിജിനൽ ഇമേജാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരുന്നത്? റോ ഓഫ് ഗ്രീൻ കളറായിട്ട് നമുക്ക് കാണാം അല്ലേ. നെക്സ്റ്റ് വരുന്നത് ട്രീ ആണ്.
ട്രീൻ്റെ സിമ്പിൾ വരുന്നത് ഗ്രീൻ കളറായിരിക്കും. ഇതാണ് റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഓക്കെ. ദെൻ ജംഗിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ട്രീസ് പ്ലാന്റ്സ് അങ്ങനെ എല്ലാം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ അഗെയിൻ ഗ്രീൻ കളറിലാണ്. റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരുന്നത്. ദെൻ ഓർച്ചിഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗ്രീൻ തന്നെയാണ് കളർ വരുന്നത്. ഓർച്ചിഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട് ട്രീസ് കൾട്ടിവേറ്റ് ചെയ്യുന്ന പീസ് ഓഫ് ലാൻഡിനെയാണ് നമ്മൾ ഓർച്ചിഡ് എന്ന് പറയുന്നത്. ദെൻ കൾട്ടിവേറ്റഡ് ലാൻഡിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളറാണ് വരുന്നത്. അപ്പോൾ കൾട്ടിവേറ്റഡ് ലാൻഡിൻ്റെ റെപ്രസെൻറ്റേഷൻ നമുക്ക് ഗ്രീൻ കളറിൽ ബ്ലോക്ക്സ് കാണാം. അതിൻ്റെ ബൗണ്ടറി പോലെ ബ്ലാക്ക് കളറും കാണാൻ സാധിക്കും. ഓക്കെ. നെക്സ്റ്റ് ബാരൻ ലാൻഡാണ്. ബാരൻ ലാൻഡിൻ്റെ കളറ് ബ്ലാക്ക് ആണ് വരുന്നത്. കൃഷിയൊന്നും ചെയ്യാത്ത പ്രൊഡക്റ്റീവ് അല്ലാത്ത ലാൻഡിനെയാണ് ബാരൻ ലാൻഡ് എന്ന് പറയുന്നത്. ഡ്യൂ ടു സം റീസൺ ലൈക്ക് പുവർ സോയിൽ ക്വാളിറ്റി, ലാക്ക് ഓഫ് ന്യൂട്രിയൻസ്, ഹാർഷ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ കാരണം ആ ലാൻഡ് നമുക്ക് കൾട്ടിവേഷൻ നമുക്ക് സ്യൂട്ടബിൾ ആയിരിക്കില്ല. അങ്ങനത്തെ ലാൻഡിനെയാണ് ബാരൻ ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്, ബ്ലാക്ക് കളറിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് റഫ് പാസ്റ്റർ. പാസ്റ്റേർഡ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ആനിമൽസ് ലൈക്ക് കൗ, ഷീപ്പ്, ഹോഴ്സ് ഇതിനൊക്കെ ഫീഡ് ചെയ്യാനുള്ള ഒരു ലാൻഡിനെയാണ് നമ്മൾ പാസ്റ്റർ എന്ന് പറയുന്നത്. അൺഈവൺ ആയിട്ടുള്ള ഗ്രൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. വൈൽഡ് ഗ്രാസസ് ആയിരിക്കും അതിലുണ്ടാവുക. നോർമൽ ഫാം ഫീൽഡ് പോലെ അത് നമുക്ക് മെയിൻ്റനൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത് ഇങ്ങനെയാണ്, ബ്ലാക്ക് കളറിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. ദെൻ മാർഷ് അല്ലെങ്കിൽ സ്വാമ്പ്. മാർഷ് ആൻഡ് സ്വാമ്പ് രണ്ടും വെറ്റ് ലാൻഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പെർമനൻ്റ്ലി വാട്ടർ ബോഡീസ് വെച്ചിട്ട് കവേർഡ് ആയിരിക്കും ഈ ലാൻഡ് ഉണ്ടാവുക. മാർഷ് ആൻഡ് സ്വാമ്പ് രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്താ വെച്ചാൽ, മാർഷ് ലാൻഡിലാണെങ്കിൽ വെജിറ്റേഷൻ, ഗ്രാസ് പോലത്തെ വെജിറ്റേഷൻ ആയിരിക്കും ഉണ്ടാവുക. ദെൻ സ്വാമ്പ് ഏരിയാസിൽ വുഡ് അല്ലെങ്കിൽ ട്രീസ് പോലത്തെ ബിഗ് ആയിട്ടുള്ള വെജിറ്റേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ട്രീ അല്ലെങ്കിൽ വുഡി വെജിറ്റേഷൻസ് ആയിരിക്കും സ്വാമ്പി ഏരിയയിൽ ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് എംബാങ്ക്മെൻറ്റ് ആൻഡ് കട്ടിംഗ് ആണ്. എംബാങ്ക്മെൻറ്റ് കട്ടിങ് ഒരേപോലെ തോന്നുന്നു, പക്ഷേ അതിൻ്റെ ഹാച്ചിങ് ഡിഫറൻസ് ഉണ്ട്. എംബാങ്ക്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ലെവലിനേക്കാളും റൈസ്ഡ് ആയിട്ടുള്ളൊരു പോർഷൻ ആയിരിക്കും ഉണ്ടാവുക. ആ റോഡ് ഇപ്പോൾ ഒരു എംബാങ്ക്മെൻറ്റിലുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ റോഡ് കഴിഞ്ഞിട്ടുള്ള പോർഷൻ ഒരു കട്ടിങ് പോർഷനാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഹാച്ചിങ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ. ഇങ്ങോട്ടാണ് ഹാച്ചിങ് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് കട്ടിങ് ആണ്. അപ്പോൾ നമ്മൾ കട്ടിങ്ങിലായിരിക്കും നമ്മുടെ റോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. രണ്ടും ബ്ലാക്ക് കളറിൽ തന്നെയാണ് വരുന്നത്. ഹാച്ചിങ് ഈ ഔട്ട് സൈഡിൽ നിന്ന് ഇങ്ങോട്ടായിരിക്കും ഹാച്ചിങ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ. ഇങ്ങനെയാണ് ഹാച്ചിങ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ടെലഗ്രാഫ് ലൈൻ ആൻഡ് പോസ്റ്റ് ആണ്. ബ്ലാക്ക് കളറാണ്. റെപ്രസെൻറ്റേഷൻ ലൈൻ, ടെലഗ്രാഫ് ലൈനിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇതും, പോസ്റ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ. ഇവിടെ എന്താണ് ഒരു ലൈൻ, ദെൻ ഹോളോ സർക്കിളാണ് കാണിച്ചിട്ടുള്ളത്. പോസ്റ്റിലാണെങ്കിൽ ഇങ്ങനെ ഒരു സിംഗിൾ റെപ്രസെൻറ്റേഷൻ കാണാം. ദെൻ നമ്മൾ ഇലക്ട്രിക് ലൈൻ ആൻഡ് പോസ്റ്റ് വരുന്ന സമയത്ത് നേരത്തെ എന്തായിരുന്നു, ഹോളോ സർക്കിൾസ് ആയിരുന്നു. ഓക്കെ. ഇങ്ങനെ വന്നിട്ട് ഒരു ഹോളോ സർക്കിൾ ടെലഗ്രാഫ് ലൈനിൻ്റെ കേസിൽ ദെൻ ഇങ്ങനെ ആയിരുന്നു ഉണ്ടായത്. ഇവിടെ ആണെങ്കിൽ അതിൽ ബ്ലാക്ക് കളർ കാണാം അല്ലേ. ദെൻ പോസ്റ്റിൽ നേരത്തെ എങ്ങനെയായിരുന്നു, ഒരു സിംഗിൾ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ മാത്രമേ ഉണ്ടായുള്ളൂ. ഇവിടെ ആണെങ്കിൽ രണ്ട് ലൈൻസ് ഇങ്ങനെ ക്രോസ് ചെയ്ത പോലെ ഉണ്ടാവും. ഇതാണ് ഇലക്ട്രിക് ലൈൻ ആൻഡ് പോസ്റ്റിൻ്റെ സിമ്പിൾ വരുന്നത്. എഗെയിൻ ബ്ലാക്ക് കളറിൽ തന്നെയാണ് വരുന്നത്. ദെൻ ബറിയൽ ഗ്രൗണ്ട് ആൻഡ് സെമിത്തേരി. ഇതിൽ ക്രിംസൺ ലേക്കിലാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ പറഞ്ഞാൽ ഇങ്ങനെയാണ്, അടുത്ത റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. ഇത് സെയിം തന്നെയാണ് കുറേ റെപ്രസെൻറ്റേഷൻ വരുന്നത്. കുറച്ച് ഡിഫറൻസ് ഉള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് റെപ്രസെൻറ്റേഷൻസ് കൂടെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ സെയിം ഉള്ളത് ടിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ. ടൈ സ്റ്റേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കാണാം. ടൈ സ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോങ് ഓഫ്സെറ്റിനെ ഒഴിവാക്കിയിട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈ സ്റ്റേഷൻ കൺസിഡർ ചെയ്യുന്നത്.
അപ്പോൾ ബേസ് ലൈനിന് കുറേ ദൂരമുള്ള ഒബ്ജക്റ്റിന് മെഷർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ടൈ സ്റ്റേഷൻസ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ടൈ സ്റ്റേഷൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത് ഈ ഒരു ഓവൽ ഷേപ്പ് പോലെയാണ് ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് ബൗണ്ടറി ലൈൻ നമ്മൾ പഠിച്ചു അല്ലേ, ഒരു ലൈൻ ദെൻ ഡോട്ട് ദെൻ അടുത്ത ലൈൻ നെക്സ്റ്റ് ഡോട്ട്, അങ്ങനെയാണ് നമ്മൾ ബൗണ്ടറി ലൈൻ പഠിച്ചത്. ഇവിടെ രണ്ട് ബൗണ്ടറി ലൈൻസ് കാണിച്ചിട്ടുണ്ട്, ഡിമാർക്കേറ്റഡ് പ്രോപ്പർട്ടി ബൗണ്ടറി ലൈൻസും ആൻഡ് അൺഡിമാർക്കേറ്റഡ് പ്രോപ്പർട്ടി ബൗണ്ടറി ലൈൻസ്. നമുക്ക് രണ്ടും ഏകദേശം ഒരേപോലെ തോന്നുന്നുണ്ട്. ഇതിൽ എനിക്ക് ഡിഫറൻസ് തോന്നിയത് ഇവിടെ ഡോട്ട് കുറച്ചും കൂടെ ബിഗർ സൈസാണ്, ഇവിടെ സ്മോൾ സൈസായിട്ടാണ് ഡോട്ട് കാണുന്നത്. ദെൻ കോമ്പൗണ്ട് വാൾ എക്സ്ട്രാ കാണുന്നുണ്ട്. കോമ്പൗണ്ട് വാളിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ദെൻ സ്ട്രീം, റിവർ ആൻഡ് കനാൽസിൻ്റെ റെപ്രസെൻറ്റേഷൻ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അത് നോട്ട് ചെയ്യാം. ദെൻ ഇവിടെ ഒരു കാറ്റ് ട്രാക്ക് കാണിച്ചിട്ടുണ്ട്. കാറ്റ് ട്രാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരോ റോഡ് വിത്ത് റഫ് സർഫസ് ഉള്ള ട്രാക്സിനെയാണ് നമ്മൾ കാറ്റ് ട്രാക്ക് പറയുന്നത്. കാറ്റ് പറഞ്ഞിട്ട് എന്താണ്, ഹെവി ഓപ്പൺ വെഹിക്കിൾസിനെയാണ് നമ്മൾ കാട്ടെന്ന് പറയാം അല്ലേ. അപ്പോൾ യൂഷ്വലി 2 വീൽസ് ആയിരിക്കും കാട്ടിന് ഉണ്ടാവാം, ഹോഴ്സ് ഡ്രിവൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആനിമൽസ് ഒക്കെ ആയിരിക്കും ഇതിനെ വലിച്ചുകൊണ്ട് പോവുക. അപ്പോൾ പണ്ടത്തെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ്. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഉന്തിക്കൊണ്ട് പോകണ ഒക്കെ നമുക്ക് കാണാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ വെഹിക്കിൾസിനൊക്കെ പോകാനുള്ള ഒരു റോഡിനെയാണ് നമ്മൾ കാറ്റ് ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ദെൻ മെറ്റൽഡ് റോഡ് ആൻഡ് അൺമെറ്റൽഡ് റോഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ നമുക്ക് പഠിച്ചതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു സോളിഡ് ബ്ലാക്ക് ലൈൻ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന പോലെ കാണാം. നമ്മൾ എന്തായിരുന്നു പഠിച്ചത്, 2 സോളിഡ് പാരൽ ലൈൻസും 2 ഡാഷ്ഡ് പാരൽ ലൈൻസ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു സോളിഡ് ലൈൻ കൂടെ പാസ് ചെയ്യുന്ന പോലെ ഈ റെപ്രസെൻറ്റേഷനിലും കാണാം. ഞാൻ പക്ക ബിൽഡിംഗ് ആൻഡ് കച്ച ബിൽഡിങ്, നമ്മൾ പക്ക ബിൽഡിങ്ങിൽ നമ്മൾ പഠിച്ചത് ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. ദെൻ കച്ച ബിൽഡിങ്ങിൽ നമ്മൾ പഠിച്ചത് ഡോട്ടഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആയിരുന്നു, ഡാഷ്ഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. ദെൻ ഹെഡ്ജിൻ്റെ റെപ്രസെൻറ്റേഷൻ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. ദെൻ വുഡിന് നമ്മൾ പഠിച്ചിട്ടില്ല, അപ്പോൾ വുഡിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ദെൻ കൾട്ടിവേറ്റഡ് ലാൻഡ് നമ്മൾ എന്തായിരുന്നു, ഗ്രീൻ ബ്ലോക്സ് വിത്ത് ബോർഡേഴ്സ് ബ്ലാക്ക് പോലെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായത്. ദെൻ സ്വാംസിൻ്റെതും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്, ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ദെൻ കൾവേർട്ട് ആൻഡ് ബ്രിഡ്ജ് നമ്മൾ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് സ്പാൻ ചെറുത് കൾവേർട്ടും സ്പാന് വലുത് പോലെയുള്ളത് ബ്രിഡ്ജുമായിട്ട് കാണിച്ചിട്ടുണ്ട്. ദെൻ എംബാക്ക്മെൻറ്റ് ആൻഡ് കട്ടിങ് ഡിഫറൻസ് വരുന്നത്. ദെൻ ടെമ്പിൾ, മോസ്ക് ആൻഡ് ചേർച്ച്, നമുക്കത് എങ്ങനെ റെപ്രസെൻറ്റേഷൻ വന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ, എന്നാലും നമ്മൾ നേരത്തെ പഠിച്ചതിന് ചെറിയ ഡിഫറൻസ് ഇതിൽ വരുന്നുണ്ട്. ദെൻ ഗേറ്റ് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ, നമ്മൾ വാൾ വിത്ത് ഗേറ്റ് ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഗേറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വാൾ ആണെങ്കിൽ ഒരു ലൈനും ഗേറ്റ് ആണെങ്കിൽ ഈ ഒരു റെപ്രസെൻറ്റേഷനും. ദെൻ വാൾ വിത്ത് ഗേറ്റിൽ നമ്മൾ ഈ ലൈൻ പ്ലസ് ഈ ഗേറ്റിന് സിമ്പിളും കൂടെ കാണാം. ഓക്കെ, ദെൻ വെല്ല് നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ചത്, നമ്മളൊരു സർക്കിള്, സോളിഡ് സർക്കിളും അതിൻ്റെ ഉള്ളൊരു ഡോട്ടഡ് സർക്കിളായിരുന്നു പഠിച്ചിട്ടുണ്ടായത്. ഇതിലാണെങ്കിൽ ഒരു ഫുള്ളി ബ്ലാക്ക് കളറിൽ ഒരു സർക്കിളാണ് കാണാൻ സാധിക്കുന്നത്. ദെൻ ബെഞ്ച് മാർക്കിലും ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. ദെൻ പക്ക ഡ്രെയിൻ ആൻഡ് കച്ച ഡ്രെയിൻ. പിന്നെ വരുന്നത് സെമിത്തേരിൻ്റെ സിമ്പിളാണ്, അതും ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ദെൻ ലോണിൻ്റെ സിമ്പിൾ. ഇതും കൂടെ ഈ പിക്ചറും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മൾ കുറച്ച് ഷെയ്ഡ്സ് ഓഫ് കളർ നമ്മൾ പഠിച്ചു അല്ലേ, ക്രിംസൺ ലേക്ക് കളർ പഠിച്ചു, ദെൻ അംബർ കളർ പഠിച്ചു, അത് കുറച്ച് ഷെയ്ഡ്സ് ഓഫ് കളർ പഠിച്ചു അല്ലേ, പ്രഷ്യൻ ബ്ലൂ കളർ. അപ്പോൾ അതിൻ്റെ ഈ ഷെയ്ഡ്സാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ക്രിംസൺ ലേക്ക് റെഡ് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ദെൻ ബേൺ സിയാന കളർ വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ദെൻ പ്രഷ്യൻ ബ്ലൂ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ദെൻ അംബർ കളർ. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആക്കി തരണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.